ഓണായിട്ട് രാവിലെ എണീക്കാതെ ഉച്ചയ്ക്ക് എണീറ്റ് കുളിച്ച് ഡ്രസ്സ് മാറിയൊക്കെയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി നോക്കിയാലോ? നമ്മളങ്ങനെ ഒരു മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കുറിയൊക്കെ തൊട്ട് സെറ്റായി. അപ്പോഴാണ് പുറത്ത് മഴ പെയ്യുന്ന സൗണ്ട് ആയിട്ട് നമ്മൾ പെട്ടെന്ന് പോയി നോക്കിയപ്പോഴത്തേക്കും ഉണക്കാൻ വെച്ചിരുന്ന ബാഗ് നനഞ്ഞ് കുളിച്ച് നല്ല വെയിൽ കണ്ടപ്പോ ബാഗ് ഉണക്കാൻ വെച്ചായിരുന്നു. അപ്പത്തേക്കും പെട്ടെന്ന് മഴ പെയ്ത് അപ്പത്തേക്കും നനഞ്ഞ് ആകെ നനഞ്ഞു പോയി. ബാഗ് ഇല്ലേലും സാരില്ലാന്ന് വെച്ചാൽ നമ്മൾ സിംബേനെ എടുത്തിട്ട് നേരെ പോകും. നമ്മളിന്ന് അമ്പലവയലിൽ പോയി, കുറെ കസിൻസിന്റെ വീട്ടിലൊക്കെ പോയി, അവിടെ ഇവിടെയൊക്കെ പോയി കുറെ ഉണ്ണിയപ്പവും ചായ കുടിച്ചു. ഫുള്ള് നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് ഈവനിങ് ആയപ്പോഴത്തേക്കും നേരെ സിനിമയ്ക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. അപ്പൊ നമ്മളിന്ന് സിംബേനെയും കൊണ്ട് അടുത്ത സിനിമയ്ക്ക് പോവാം, ലോക കാണാൻ പോവാം വിത്ത് ഫുൾ ഫാമിലി. സിംബേനെ എല്ലാവർക്കും വലിയ കാര്യമായിക്കൊണ്ട് തന്നെ സിംബയ്ക്ക് എന്റർടൈൻമെന്റിന് ഒരു കുറവുണ്ടായിരുന്നു. എവിടെ സിംബ ഉണ്ടോ അവിടെ ആളുണ്ടായിരുന്നു. അപ്പത്തേക്ക് നമ്മൾ ഒരു ടിക്കറ്റ് ജനറേറ്റ് ചെയ്തു. 22 ടിക്കറ്റാണ്, ചെറിയ ഫാമിലി. എനിക്ക് പിന്നെ സിംബേന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരാ നടക്കില്ലായിരുന്നു. പിന്നെ തിയേറ്ററിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കൊച്ചിനെ നോട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മളെ സിംബേനെ എടുത്തോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ സിംബേനെ നോക്കിയിരുന്നു. അവസാനം അവള് നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു സിംബേനെ ഒന്ന് എടുത്തോട്ടെ എന്ന്. നമ്മളെ സിംബോ പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമ്മൾ നേരെ സിംബേനെ കൊടുത്തു. സിംബയാണെങ്കിൽ ഭയങ്കര ഭയങ്കര കാമായിട്ട് അവിടെ ഇരുന്നു. ചെറുക്കൻ ബാഗ് ഇല്ലാതെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് സീനൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഇടയ്ക്ക് അവർ അതോറിറ്റീസ് ആൾക്കാർ വന്ന് നമ്മളോട് പറഞ്ഞു പെറ്റ്സ് അലൗഡ് അല്ല, എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടായാൽ എന്ത് ചെയ്യുന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതായ ഫുൾ റെസ്പോൺസിബിൾ ഫോർ ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റിൽ ചെയ്ത് വിട്ട്. എന്നിട്ട് അച്ഛനാണെങ്കിൽ ഫുള്ള് സിനിമ ഇരുന്ന് കണ്ടു. ഉറങ്ങിയൊന്നുമില്ല, നല്ല ചില്ലായിരുന്നു. തിരിച്ചു പോകാൻ നേരത്താണെങ്കിൽ ഭയങ്കര പതുക്കിയാ പോയത്, കാരണം ഒടുക്കത്തെ മഞ്ഞായിരുന്നു റോട്ടില്. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി. നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഗായ്സ്, ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.